ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജിംകി കമ്മലാണ്. മെയിനായിട്ട് ബീഡ് ക്യാപ്പും ലോറിയൽസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബീഡ് ക്യാപ്പ്, ക്രിസ്റ്റൽസ്, ഹെഡ് പിന്ന്, പിന്നെ നമ്മുടെ ഗുങ്കുരു അതായത് ലോറിയൽസ്, പിന്നെ ഇയർ ഹുക്ക് അല്ലെങ്കിൽ സ്റ്റഡ്. പിന്നെ സ്റ്റഡാണ് എടുക്കുന്നതെങ്കിൽ അതിൽ ഒട്ടിക്കാനായിട്ടൊരു സ്റ്റോൺ എടുത്തിട്ടുണ്ട്, കുന്താനാണ്. അപ്പോൾ ഹുക്ക് അല്ലെങ്കിൽ സ്റ്റഡ് ഏതെങ്കിലും ഒന്നും മതി, ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ സ്റ്റഡ് ഒട്ടിക്കാനുള്ള ഗ്ലൂ വേണം, ഫെവി ബോണ്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ടൂൾസ്, കട്ടറും പ്ലെയറും. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ജിംകി കമ്മലിൻ്റെ ബേസ് ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ബീഡ് ക്യാപ്പ് വെച്ചിട്ട് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഡിസൈൻ. പല ഡിസൈനിൽ നമുക്ക് കിട്ടും, ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. പിന്നെ ഹെഡ് പിന്നാണ്, കണ്ടാൽ മുട്ടുസൂചി പോലെ ഇരിക്കുന്ന നമ്മുടെ പിൻ, അതാണ് ഹെഡ് പിൻ എന്ന് പറയുന്നത്. അതിലോട്ട് ഒരു ക്രിസ്റ്റലാണ് കോർക്കുന്നത്, 2 mm സൈസ് വരുന്ന ഗ്രീൻ കളർ ക്രിസ്റ്റൽ കോർക്കുക. പിന്നെ ലോറിയൽസ്, അത് നമ്മുടെ കുങ്കുരു 3 കോർത്തു. ഇവിടെ ക്രിസ്റ്റലും കുങ്കുരുവും ഞാൻ സെയിം കളറാണ് എടുത്തിരിക്കുന്നത്. വേറെ വേറെ കളർ വേണമെങ്കിൽ നമുക്ക് മിക്സായിട്ട് പല കളറ് ലോറിയൽസിൽ തന്നെ കോർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിനി ഒരു ലൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ലൂപ്പ് വേണ്ട അത്രയും ഡിസ്റ്റൻസ് നമുക്ക് ലെങ്ത്ത് നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്കിതൊരു ലൂപ്പ് ഉണ്ടാക്കാം. ലൂപ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു സൈഡിലോട്ട് ഒന്ന് ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്ത ശേഷം പതുക്കെ ബാക്ക് സൈഡിലോട്ട് തിരിച്ച് നല്ല റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യണ്ട, നമുക്ക് അത്രയും ഒരു പകുതി തിരിച്ച് റെഡിയാക്കി വെച്ച ശേഷം ഈ ബീഡ് ക്യാപ്പിൻ്റെ ഉള്ളിലോട്ട് കോർക്കുക. കോർക്കുമ്പോൾ എപ്പോഴും വെളിയിൽ നിന്ന് ഉള്ളിലോട്ട് വരുന്ന പോലെ കോർക്കണം. അങ്ങനെയാണെങ്കിൽ കാണുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഈ ലൂപ്പെല്ലാം നന്നായിട്ട് ക്ലോസ് ചെയ്യുക, അഴിഞ്ഞു വരാത്ത വിധത്തിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കോർക്കണം. അപ്പോൾ ഈ ബീഡ് ക്യാപ്പിൽ 6 ഹോളാണ് ഇതുപോലെയുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് കോർത്തോൾ തന്നെ 6 ഈ സെറ്റ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കോർക്കണം. അപ്പോൾ എല്ലാത്തിലും ഈ ഗ്രീൻ കളർ തന്നെയാണ് കോർക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ, നെക്സ്റ്റ് ഇത് മൂന്നാമത്തെ ഇതേപോലെ തന്നെ എടുക്കുക. ഒന്നുകൂടി കാണിക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട്, അതായത് ഉൾഭാഗത്തിലോട്ട് കോർക്കുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ലൂപ്പ് ക്ലോസ് ചെയ്യുക. ഇങ്ങനെ മൂന്നാമത്തെ കോർത്തു. ഇതേപോലെ 4, 5, 6. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് കോർത്ത് കഴിഞ്ഞു. ഇനി ഇത് ഒരു ഹെഡ് പിന്നിലാണ് കോർക്കുന്നത്. അപ്പോൾ ഒരു ഹെഡ് പിൻ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും നടുവിലുള്ള കുഞ്ഞു ഹോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കോർക്കണം. അപ്പോൾ നോക്കുക, ഇതുപോലെ കോർത്ത് അതിന് മുകളിൽ ഒരു ക്രിസ്റ്റൽ കൂടി കോർക്കുക. എന്നിട്ട് നമുക്ക് ലൂപ്പ് ഉണ്ടാക്കാം, ഇയർ ഹുക്ക് ഉണ്ടാകാനുള്ള ലൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഇതൊരു ക്രിസ്റ്റൽ കോർത്ത്, ക്രിസ്റ്റൽ വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ അത് കോർക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ സിമ്പിളായിട്ട് ഒരു ബീഡ് ക്യാപ്പ് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയൊരു ജിംകി ഉണ്ടാക്കാം. ഇതേപോലെ 2, 3 അടുക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ 2 ബീഡ് ക്യാപ്പ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ജോയിൻ്റാക്കി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ലെയറായിട്ട് ഇത് സിമ്പിളായിട്ട് ഒരെണ്ണമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ മുകളിൽ ഒരു ലൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ഇയർ ഹുക്ക് കോർത്തിട്ട് ക്ലോസ് ചെയ്ത് നമ്മുടെ കമ്മൽ റെഡിയായി. ഇനി ഇയർ ഹുക്ക് ഇഷ്ടമില്ലാത്തവർക്ക് സ്റ്റഡ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സ്റ്റഡ് എങ്ങനെയാണ് കോർക്കേണ്ടതെന്ന് ഞാൻ പറയാം. അത് ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റഡ് ബേസ് വാങ്ങിക്കാൻ കിട്ടും. അത് പല സൈസിലും പല ഷേപ്പിലും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒട്ടിക്കാനായിട്ട് ഒരു ചെറിയ കുന്താൻ എടുത്തിട്ടുണ്ട്. ഇതൊരു സ്റ്റഡാണ്, അല്ല ഇത് ചെറിയൊരു പ്ലെയിൻ ആയിട്ടുള്ള. അപ്പോൾ നമ്മൾ ഈ പ്ലെയിൻ ആയിട്ട് ചെറുതിൽ ഒട്ടിക്കുകയാണെങ്കിൽ അത് ഫുള്ളായിട്ട് കവറായിരിക്കും, വെളിയിൽ കാണില്ല സ്റ്റഡ്. അപ്പോൾ ഇതിലാവുമ്പോൾ കുറച്ച് വലിയ സൈസാണ്. അപ്പോൾ നടുവിൽ നമ്മളിങ്ങനെ ഒട്ടിക്കുമ്പോൾ ചുറ്റും ഇതുപോലെ ഫ്ലവർ പോലെ ഡിസൈൻ വരും. അപ്പോൾ ഈ വലുതിലാണ് ഞാൻ ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ ഫെവി ബോണ്ട് ഗ്ലൂ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് കുറച്ച് അപ്ലൈ ചെയ്യുക സ്റ്റഡിൽ. അതിനുശേഷം ഈ കുന്താൻ അതിൻ്റെ മുകളിൽ വെക്കുക. നമ്മൾ എംബ്രോയിഡറിക്കൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് കുന്താനാണ്, പക്ഷേ ഹോളില്ല. നമ്മൾ ഡ്രസ്സിൽ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന പോലത്തെ കുന്താൻസാണ്. അപ്പോൾ നമ്മൾ ഏതോ കളർ ലോറിയൽസ് വേണം, അതിന് മാച്ചായിട്ടുള്ള കളർ എടുത്തിട്ട് നമ്മളിതിങ്ങനെ ഒട്ടിച്ച് നമുക്ക് സ്റ്റഡായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിതുപോലെ തന്നെ ഒരു ജംപറിങ് നമ്മുടെ ജിംകി കമ്മലിലുള്ള ലൂപ്പിൽ കോർക്കുക. അതിനുശേഷം ആ ജംപറിങ്ങിലാണ് നമ്മൾ സ്റ്റഡ് കോർത്തിട്ട് ഇടുന്നത്. അപ്പോൾ ഇതിൽ കോർക്കുന്ന ജംപറിങ്ങും നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയ ഹെഡ് പിന്നിൽ തന്നെ റൗണ്ട് ഷേപ്പിൽ ആക്കി എടുക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് പറഞ്ഞാൽ അതുപോലെ ഹെഡ് പിൻ നമ്മൾ കട്ട് ചെയ്ത പീസ് ഉണ്ടാവില്ല, അത് വെറുതെ കളയേണ്ട ആവശ്യമില്ല. അത് ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും വെച്ചിട്ട്, പ്ലെയർ ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ പെന്നിലോ അല്ലെങ്കിൽ ഇതുപോലെ കട്ടി കുറഞ്ഞ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ളതിൽ വെച്ച് ഇതുപോലെ റൗണ്ട് ആക്കി എടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അങ്ങനെ നമുക്ക് ജംപറിങ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ജിംകി കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.